നല്ലൊരു വാഗണർ, അതും ന്യൂ മോഡൽ വണ്ടിയുടെ റിവ്യൂ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇത് 2019 മോഡൽ മാനുവൽ വാഹനമാണ്. 59,000 കിലോമീറ്ററിൽ വെറും സെക്കൻഡ് ഓണർ മാത്രമേ ആയിട്ടുള്ളൂ. നല്ല രീതിയിൽ തന്നെ കൊണ്ടുവരുന്ന വാഹനമാണ്. നല്ല ബോഡി ഷേപ്പും നല്ലൊരു കളറും ഉണ്ടോ, വാഗണറിന് ചേരുന്ന ഒരു കളറാണ്. അപ്പോൾ VHI വേരിയന്റാണ് ഈ വാഹനം വന്നിട്ടുള്ള മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പഴയ വാഗണർ വെച്ച് നോക്കുമ്പോൾ ABS-ഉം അതുപോലെ തന്നെ എയർ ബാഗ് ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ള മോഡലാണ്. അതുപോലെ കുറച്ചുകൂടെ വലിപ്പം വെച്ചിട്ടുണ്ട് വാഗണറിന്. അപ്പോൾ വണ്ടി ബാക്കി ഡീറ്റെയിൽ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. വണ്ടിയുടെ ഫ്രണ്ട് വശം നോക്കുമ്പോഴേ കാണാവുന്നതാണ് ആ ഒരു പഴയ ഷേപ്പിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ വൈഡ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള ഷേപ്പും കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് വന്നിട്ടുള്ളത്. സൈഡിലേക്ക് പോകുമ്പോഴേലും കാണാവുന്നതാണ് ചെറിയ ഡെൻഡോ സ്ക്രാച്ചോ നിലവിൽ കാണാനായിട്ടില്ല. അതുപോലെ 70% ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. കമ്പനി വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉണ്ട്. അതുപോലെ റെയിൻ ഗാർഡും കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഇന്ത്യയിലേക്ക് പോകാം. ഇന്ത്യയിലേക്ക് പോകുമ്പോഴേ ഫ്രഷ് വണ്ടി തുറക്കണം എങ്ങനെയാണോ ആ ഒരു ക്വാളിറ്റിയിലുള്ള ഡോറൊക്കെ നല്ല വൈഡ് ആയിട്ട് തന്നെ തുറക്കേണ്ട ഡോറാണ്ടോ. കമ്പനി സ്റ്റീരിയോ, ചിൽഡ് AC, പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ്, 4 ഡോർ പവർ വിൻഡോ, അതുപോലെ മിറർ അഡ്ജസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഡോർ പാഡിൻ്റെ ക്വാളിറ്റി കണ്ടറിയാം എത്രമാത്രം ക്വാളിറ്റിയിലെ വണ്ടി ഉള്ളതെന്ന്. അതുപോലെ ഇത്രയും വൈഡായിട്ട് തുറക്കുന്നതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ തന്നെ കയറി ഇറങ്ങാനും സാധിക്കും കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ബാക്ക് സൈഡിലേക്ക് പോവാം. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ ഇവിടെയും കാണാവുന്നതാണ് ഡോർ. ഇവിടെ നല്ല വൈഡായിട്ട് തന്നെ ഓപ്പൺ ആണ് ഡോറും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിലുള്ള ഇന്റീരിയർ ആണ്. ഒട്ടും തന്നെ ഓടി മുഷിഞ്ഞൊരു വാഹനമല്ല. ആ ഒരു ഫ്രഷ്നെസ് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. ആ ഡോറൊക്കെ അടയ്ക്കുമ്പോഴേ ആ ഒരു സൗണ്ടിൻ്റെ ക്വാളിറ്റി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഈ വാഹനത്തിൻ്റെ ഈ ഡോർ ലൈനിങ്സ് നോക്കുമ്പോഴേലും കാണാവുന്നതാണ് നല്ല ക്ലിയർ ലൈനിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് പോകാം. ബാക്ക് സൈഡിലേക്ക് പോകുമ്പോഴായാലും ഇവിടെയും കാണാവുന്നതാണ് വേറെ എക്സ്ട്രാ ആഡ് ഓൺസ് ഒന്നും തന്നെ വന്നിട്ടില്ല. സ്റ്റോക്ക് കണ്ടീഷനിലാണുള്ളത്. വാഗണെന്നുള്ള വലിയ ബാഡ്ജിങ് ഇവിടെ വന്നിട്ടുണ്ട്. നല്ല ബൂട്ട് സ്പേസ് ഉള്ളൊരു വാഹനമാണ് വാഗണർ. നല്ല ഫാമിലിക്ക് ഒരു ഐഡിയൽ കാറാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡ് നോക്കുമ്പോഴേലും വളരെ ക്ലിയർ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എഞ്ചിൻ റൂം തുറന്ന് കാണിച്ചു തരാം കേട്ടോ. എഞ്ചിൻ റൂം തുറന്ന് നോക്കുമ്പോൾ കാണാവുന്നതാണ് വളരെ നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയുള്ള ഒരു എഞ്ചിൻ റൂം തന്നെയാണ് വന്നിട്ടുള്ളത്. വേറെ അബ്രോണിൻ്റെ പേസ്റ്റിങ്ങൾ നോക്കുമ്പോഴേലും അറിയാവുന്നതാണ്. വേറെ പൊട്ടിച്ചിട്ടോ പണിതിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ ബോണറ്റിൻ്റെ പേസ്റ്റിങ്ങളൊക്കെ ആയാലും പെർഫെക്റ്റ് ക്വാളിറ്റി തന്നെയാണ് ഉള്ളത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെച്ചാൽ ഒട്ടും തന്നെ ആക്സിഡൻറ്റോ കാര്യങ്ങളോ സംഭവിക്കാത്ത വേറെ റീപ്ലേസ്മെൻറ്റ് ഒന്നും തന്നെ ഇല്ലാത്തൊരു വാഹനം എന്നാണ്. അപ്പോൾ ഈ വാഹനത്തിന് ചോദിക്കുന്ന വിലയാണ് ഹൈലൈറ്റ്. 4 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ. അപ്പോൾ അതിൽ മാക്സിമം ഫിനാൻസ് അറേഞ്ച് ചെയ്യുക. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം തന്നെ കോൺടാക്ട് ചെയ്തോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.